ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് is Sanjay from the Twins channel. സോ ഇന്ന് രാമായണ രാമ എന്ന് പറഞ്ഞിട്ട് അറിയാലോ, ഹാൻസ് സിമ്മർ പിന്നെ എ ആർ റഹ്മാൻ ഇവരെല്ലാം മ്യൂസിക് ചെയ്യുന്ന വളരെ വലിയൊരു മൂവി, ബിഗ് ബഡ്ജറ്റ് മൂവി അടുത്ത് തന്നെ റിലീസ് ആവുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പോർഷൻ ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് പെട്ടെന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, whenever the world descends into chaos, he is always the answer. Ruling our hearts. Character introduction പോലുണ്ട് for 5,000 years. Our protector. Oh, എന്താ അത്? രൺബീർ കപൂറാണല്ലേ ദ ലെജൻഡ്. രാമനും ലക്ഷ്മണനും സീതയും. മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. വിഷ്വൽസ് ഒക്കെ ബ്യൂട്ടിഫുൾ. 8-time ഓസ്കർ വിന്നർ. എടേ, റഹ്മാന്റെ വോയിസാണ്. ബ്യൂട്ടിഫുൾ വിഷ്വൽസ്, ബ്യൂട്ടിഫുൾ മ്യൂസിക്. പൊളി ഇടേ. വാവ്. സീതാരാം. രാമായണ. ഓക്കെ, ഇവിടെ രാവണന് രാവണനിൽ ഈ പറക്കുന്ന ഈ സംഭവം. നൈസ്. സോ എനിക്ക് തോന്നുന്നു ബേസിക്കലി ഇതൊരു ട്രെയിലറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ഇതൊരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ. ഹാൻസ് സിമ്മർ, എ ആർ റഹ്മാൻ, രണ്ട് ലെജൻസ് ആണ്, അറിയാലോ. ഇൻട്രസ്റ്റെല്ലാറില്ല നമ്മുടെ ഹാൻസ് സിമ്മർ. എൻ്റെ പൊന്നെ, മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. ഹെഡ്സെറ്റ് വെച്ച് കേട്ട് നോക്കണം. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് ഇടയ്ക്ക് ഞാനിങ്ങനെ അത് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു ഭയങ്കര എൻചാൻറ്റിങ് മ്യൂസിക് അങ്ങനെ വേണം പറയാൻ. ഈ ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചില ആൾക്കാർ വായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ലയിച്ചു പോകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്. ഒബ്വിയസ്ലി രണ്ട് ലെജൻസ് ആണ്. അതിൻ്റെ ആ ഒരു കൊളാബ് അവിടെ കാണാനുണ്ട്. അതിനുശേഷം ഒരു മൃദംഗത്തിൻ്റെ തബലയുടെയാണ് ഒരു പോർഷൻ വന്നിട്ട് ഒറ്റ സ്റ്റെപ്പിന് ആ ഒരു പേസ് അങ്ങ് ചേഞ്ച് ചെയ്യും. ഈ രാമൻ്റെ ആ ഒരു ഇതിങ്ങനെ കാണിച്ച് സ്ലോ ആയിട്ട് വന്നിട്ട് ആ മൃദംഗത്തിൻ്റെ ആ ബീറ്റ് കഴിഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. അത് ഹെവി, ഒരു രക്ഷയില്ല. ആൻഡ് വിഷ്വൽസ് ആർ റിയലി അമേസിങ്. ആ ചാരിയറ്റിൻ്റെ ഇതൊക്കെ കാണിച്ചില്ലേ, വീലിൽ കാണിച്ചതെല്ലാം എക്സെപ്ഷണൽ വർക്ക്. അതൊക്കെ നമുക്കിപ്പോൾ നേരത്തെ CGI ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ലൈക്ക് AI വന്നതിന് ശേഷം അതിൻ്റെ ആ ഒരു നമുക്ക് അറിയാനേ പറ്റുന്നില്ല. വിഷ്വൽ എഫക്ട്സ് എല്ലാം ഇപ്പോൾ സ്മോൾ ബഡ്ജറ്റ് മൂവീസിൽ വരെ വിഷ്വൽ എഫക്ട്സ് അന്ത ലെവലാണ്. അപ്പോൾ ഇതിപ്പോൾ ഒബ്വിയസ്ലി ആ ലെവലിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഡീമണ്ണെ കാണിച്ചത് മാത്രം കുറച്ചൊരു എനിക്കൊരു ഓക്വേർഡായിട്ട് തോന്നി. ആ ഒരു ക്യാരക്ടറിനെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു ഫോമിലോട്ടാക്കാം. കാരണം രാമൻ്റെയൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു മനുഷ്യൻ്റെ രീതിയിലുള്ള വില്ലൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീമൺസിനും ആ ഒരു നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ജയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതൊരു മിത്തിക്കൽ ലൈനിലോട്ട് പോകുന്നത്. സോ എനിവേയ്സ്, നമ്മൾ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എനിക്ക് എന്താണ് ഈ രാമായണത്തിൻ്റെ ബേസിക് സ്റ്റോറി ലൈനേ അറിയാവൂ. മഹാഭാരതത്തിൻ്റെ ആണെങ്കിൽ ബേസിക് പരിപാടികളൊക്കെ എനിക്കറിയാവൂ. എനിക്ക് ഇൻഡെപ്ത് കാര്യങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ എന്താണ് അസുരന്മാരും പിന്നെ ഇവരെയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതെനിക്കറിയില്ല. സോ എനിവേയ്സ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയുക. നമുക്ക് എന്തായിരുന്നാലും ദിസ് ഈസ് എപ്പിക്. കാരണം ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന, ബോളിവുഡിൽ നിന്ന് വരുന്ന ഏറ്റവും ബെസ്റ്റ് മൂവി, മേ ബി ഓസ്കാർ നോമിനേഷനും, മേ ബി വി വിൽ വിൻ ആൻ ഓസ്കാർ. അത് എന്താ ലെവലിലാണെന്നാണ് ഇപ്പോൾ
പല ഡയറക്ടേഴ്സും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി എസ് രാജമൗലി സാർ വരെ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിവേയ്സ് നമുക്ക് കണ്ടിന്യൂഷൻ ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.